നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കിങ് പിൻ എ പത്മകുമാർ. തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്നെന്ന് റിമാൻഡ് റിപ്പോർട്ട്. സ്വർണ്ണപ്പാളികൾ പോറ്റിക്ക് കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തി. ബോർഡിന് മുമ്പിൽ വിഷയം അവതരിപ്പിച്ചതും പത്മകുമാർ എന്ന റിപ്പോർട്ടിൽ. കടകംപള്ളി സുരേന്ദ്രനെതിരെ മൊഴിയിൽ പരാമർശമെന്നത് ഊഹാപോഹമെന്ന് SIT. പത്മകുമാറിന്റെ അറസ്റ്റിൽ CPM പ്രതിരോധത്തിൽ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച. സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്തത് കടകംപള്ളിയും പത്മകുമാറും പോറ്റിയും ചേർന്നെന്ന് കെ സുരേന്ദ്രൻ. കടകംപള്ളിയിലേക്ക് മാത്രമല്ല വാസവനിലേക്കും അന്വേഷണം എത്തണമെന്ന് കെ മുരളീധരൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ MR അജിത് കുമാറിന് ആശ്വാസം. ADGPക്കെതിരെ തുടരന്വേഷണമില്ല. കേസ് നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതി പരാമർശവും നീക്കി. PV അൻവറിനെ കുരുക്കാൻ ED. ഒതായിയിലെ വീട്ടിലും ഓഫീസിലും സഹായികളുടെ വീട്ടിലും റെയ്ഡ്. KFC വായ്പ അടക്കം സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഉടൻ അവസാനിക്കും. പലയിടത്തും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്നത് അവസാന നിമിഷം. നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരായി വിവിധയിടങ്ങളിൽ വെൽഫെയർ UDF ധാരണ. തിരുവനന്തപുരം മുട്ടട വാർഡിൽ വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിയത്. മേയറുടെ ഓഫീസ് ഇടപെട്ടെന്ന ദൃശ്യങ്ങൾ. ഉദ്യോഗസ്ഥരെ പഴിചാരി മേയറുടെ ഓഫീസ്. കർണാടക കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തർക്കം. DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ഒരു വിഭാഗം. ശിവകുമാറിനായി പ്രമുഖ MLA മാർ ഡൽഹിയിൽ. നേതൃമാറ്റ ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ വയ്ക്കുമെന്ന് രാമനഗര MLA ഇക്ബാൽ ഹുസൈൻ ന്യൂസ് 18നോട്. സൊഹ്റാൻ മംദാനി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച ഇന്ന്. ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് വേണ്ടി ആരുമായും ചർച്ചയ്ക്ക് തയ്യാറെന്ന് മംദാനി. കമ്മ്യൂണിസ്റ്റ് എത്തുന്നുവെന്ന് വിശേഷിപ്പിച്ച് വൈറ്റ് ഹൌസ് വാർത്താക്കുറിപ്പ്. വിജയത്തിന് ശേഷം മംദാനി പ്രസിഡന്റിനെ കാണുന്നത് ഇതാദ്യം. വിശദമായ വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A പത്മകുമാറിനെതിരെ നിർണായക കണ്ടെത്തലുമായി റിമാൻഡ് റിപ്പോർട്ട്. തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്നാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ നേരത്തെ തന്നെ പത്മകുമാർ ഇടപെടൽ നടത്തി. 2019 ഫെബ്രുവരിയിൽ ബോർഡിന് മുന്നിൽ പത്മകുമാർ വിഷയം അവതരിപ്പിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നടപടി തുടങ്ങിയതെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം കടകംപള്ളി സുരേന്ദ്രനെതിരെ പത്മകുമാറിന്റെ മൊഴിയിൽ പരാമർശമുണ്ടെന്നത് കഥകൾ മാത്രമെന്ന് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം SIT കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്ന 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A പത്മകുമാറാണ് ഈ തട്ടിപ്പിന്റെ മുഴുവൻ ഗൂഢാലോചനയുടെ പിന്നിലെന്ന നിഗമനത്തിലേക്കാണ് SIT എത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ മുരാരി ബാബുവും അതോടൊപ്പം സുധീഷ് കുമാറും നേരത്തെ നൽകിയ മൊഴിയിൽ പത്മകുമാറിന്റെ പങ്ക് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതാണ്. അത് ശരിവെക്കുന്ന തെളിവുകൾ കൂടി വീണ്ടെടുത്ത ശേഷമാണ് പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി ഇന്നലെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ പ്രധാനപ്പെട്ട കണ്ടെത്തൽ പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തുന്നതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ്. അതോടൊപ്പം പത്മകുമാർ അധ്യക്ഷനായിരിക്കെ ഈ സ്വർണം ഇവിടെ നിന്ന് മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വാതിൽപ്പാളിയും സ്വർണ്ണപ്പാളിയും അടക്കം അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ബോർഡ് അംഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. അതായത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം അറ്റകുറ്റപ്പണികൾക്കായി കൊടുത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ചർച്ച നടന്നത്. പക്ഷേ ബോർഡ് അംഗങ്ങൾ ഇതിനെ എതിർത്തു. കൃത്യമായ കീഴ്വഴക്കങ്ങൾ ഇല്ലാതെ ഈ വാതിൽപ്പാളിയും കട്ടളപ്പാളിയും അവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല എന്നൊരു നിലപാട് ബോർഡ് അംഗങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. അതോടെ ബോർഡ് അംഗങ്ങളുടെ അനുമതിയോടെ ഈ കാര്യം താൻ ഉദ്ദേശിക്കുന്ന പദ്ധതി നടപ്പാകില്ല എന്ന് മനസ്സിലാക്കിയ പത്മകുമാർ പിന്നീട് ഉദ്യോഗസ്ഥ സഹായം, അതായത് സുധീഷ് കുമാറിൻ്റെയും മുരാരി ബാബുവിൻ്റെയും സഹായം തേടുകയായിരുന്നു. അങ്ങനെയാണ് ചെമ്പിൽ സ്വർണം പൂശിയ ചെമ്പ് എന്നുള്ളിടത്ത് സ്വർണം പൂശിയ എന്ന വാക്ക് മാറ്റി ചെമ്പെന്ന് മാത്രം രേഖപ്പെടുത്തി
മിനിറ്റ്സ് ബുക്കിൽ കൃത്രിമം കാണിച്ച് അവിടെ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ പാളികൾ കൊടുത്തുവിട്ടത് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉറപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഗൂഢാലോചനയുടെ മുഴുവൻ കേന്ദ്രബിന്ദു എ പത്മകുമാറാണ് എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് SIT ഇപ്പോൾ എത്തുന്നത്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം, മുൻ മന്ത്രി കൂടിയായ 2019 ദേവസ്വം ബോർഡിന്റെ ചുമതലയിലുണ്ടായിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ ഇന്നലെ മുതൽ ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനെ ഈ സംഭവവുമായി ബന്ധിപ്പിക്കുന്ന യാതൊരു വിശദാംശങ്ങളും നിലവിൽ ലഭ്യമല്ല എന്നാണ് SIT വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയും ഇനി അങ്ങോട്ട് അന്വേഷണം ഏത് ദിശയിലായിരിക്കും പോവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് വിവരം. അതിനിടെ മുൻ ദേവസ്വം കമ്മീഷണറായ N വാസുവിനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇവർക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിനെതിരെ CPM നടപടിക്ക് സാധ്യത. നിലവിൽ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ. അറസ്റ്റ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കെ നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയുള്ള അറസ്റ്റുണ്ടാക്കിയ പ്രതിസന്ധി മറികടക്കാനുള്ള വഴി യോഗത്തിൽ ചർച്ചയാണ്. BV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇപ്പോഴും യോഗം പുരോഗമിക്കുകയല്ലേ? ഏത് രീതിയിൽ പ്രതിരോധിക്കാനായിരിക്കും CPM ശ്രമിക്കുക? സംസ്ഥാന സെക്രട്ടറി യോഗം അല്പസമയത്തിലേക്ക് അവസാനിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാമെന്ന ചർച്ചകളാകും സംസ്ഥാന സെക്രട്ടറിയിൽ ഉണ്ടാകുക. കാരണം ആദ്യഘട്ടത്തിലെ അറസ്റ്റൊക്കെ കോൺഗ്രസ് അനുഭാവികളായ ഉദ്യോഗസ്ഥരായിരുന്നു എന്നൊരു വിശദീകരണമാണ് CPM നൽകിയത്. എന്നാൽ പിന്നീട് N വാസുവിന്റെ അറസ്റ്റോടുകൂടി കാര്യങ്ങൾ കൈവിട്ടുപോയി. വാസുവിന് വേണമെങ്കിൽ ഒരു പ്രാദേശിക നേതാവെന്നോ ഉദ്യോഗസ്ഥരെന്നൊക്കെ പറഞ്ഞ് CPMന് ആ രീതിയിലും മാറ്റി നിർത്താൻ കഴിയുമായിരുന്നു. പക്ഷേ പത്മകുമാറിന്റെ അറസ്റ്റ് അക്ഷരാർത്ഥത്തിൽ CPMനെ പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ്. CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. നേരത്തെ ജില്ലാ സെക്രട്ടറി അംഗവും CPM തന്നെ MLAയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആക്കിയ ആളാണ്. അത്തരമൊരാൾ ഇങ്ങനൊരു മോഷണക്കേസിൽ, അതും ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളക്കേസിൽ വരുമ്പോൾ CPMന് വലിയ തിരിച്ചടിയാണതെന്നത് വസ്തുതയാണ്. അതെങ്ങനെ മറികടക്കാനാകുമെന്ന കാര്യമാകും പ്രധാനമായും ചർച്ച ചെയ്യുക. പത്മകുമാറിന്റെ നടപടി ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയാണ് പത്മകുമാറിന് നടപടിയെടുക്കേണ്ടത്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി അനുമതി അതിനാവശ്യമുണ്ട്. ഇന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിൽ പക്ഷേ അത്തരം കാര്യങ്ങളും ചർച്ചയായേക്കാം. ഈ അന്വേഷണം എവിടം വരെ പോകുമെന്ന കാര്യം CPMനെ ആശങ്കയിലാക്കുന്നുണ്ട്. നേരത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും ഇപ്പോഴത്തെ മന്ത്രിയും ഒക്കെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷവും BJPയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുപോകുന്ന കാര്യത്തിൽ വ്യക്തപ്പോൾ ദേവസ്വം മന്ത്രി VN വാസവൻ യോഗം കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം ശബരിമലയിലേക്ക് പോകുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രതികരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒക്കെ തടസ്സങ്ങളുണ്ട്, പരിമിതികളുണ്ട്. പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ. ഏതായാലും മന്ത്രി ഇന്ന് ശബരിമലയിലേക്ക് പോവുകയാണ്. അദ്ദേഹം അവിടുത്തെ ഒരുക്കങ്ങൾ വിലയിരുത്തും. ഏതായാലും ഈ സംസ്ഥാന സെക്രട്ടറിയും സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരിക്കണം. വളരെ മീഡിയ ബ്രീഫിംഗ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശബരിമലയിലേക്ക് പോവാണല്ലേ? അത് കോടതി അനുമതി. രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രതികരിച്ചൂടെ? ഈ പത്മകുമാറിന്റെ അറസ്റ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു കാര്യം പറയാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞാൽ പിന്നെ അതനുസരിച്ച് അതുതന്നെയാണ് പ്രതികരണം. കോടതിയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിലക്കിയിട്ടുണ്ട്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കഴിയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമാണെങ്കിൽ പോലും യോഗങ്ങളിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി അദ്ദേഹം ശബരിമല സന്നിധാനത്തേക്ക് പോകുന്നത്. ഏതായാലും പത്മകുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ CPM സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി അവസാനിച്ചിരിക്കുന്നു. എന്താണ് തീരുമാനം വരാൻ പോകുന്ന ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടേക്കാം. പത്മകുമാറിന്റെ എതിരെയുള്ള നടപടിയുടെ കാര്യത്തിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതാണ് സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിനെതിരെ നടപടിക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അരുൺ, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ വിഷയങ്ങളും ചർച്ചയ്ക്ക് വരും ജനങ്ങളുടെ മുന്നിലേക്ക്. ആ സാഹചര്യത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ നീങ്ങിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഇപ്പോൾ മുന്നോട്ട് പോകാനൊരു സാധ്യതയുള്ളൂ എന്ന് വേണമോ കരുതാൻ? ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ മന്ത്രി VN വാസവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹം ശബരിമലയിലേക്ക് പോവുകയാണ്.
മറ്റ് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഇപ്പോഴില്ല. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്. കോടതി നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയാണ്. ഇപ്പോൾ വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ആ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും ജനങ്ങളുടെ മുന്നിലേക്ക് വരും, ചർച്ചയാകും. ഈ ഒരു വലിയ പ്രതിസന്ധി മറികടക്കാൻ പത്മകുമാറിനെതിരെ ഒരു നടപടി അതിലേക്ക് CPM നീങ്ങുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. അത് ഏത് ഘടകമാണ്? അദ്ദേഹം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലാ ഘടകമാണ് നടപടി എടുക്കേണ്ട നിലപാട് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചേക്കാം. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിലൂടെ അനുമതിയോടുകൂടി അദ്ദേഹം മുൻ MLA ആയിരുന്നു, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന ആളാണ്. അതുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി അനുമതിയോടുകൂടി നടപടിയെടുക്കുമെന്നാണ് പത്തനംതിട്ടയിൽ നിന്ന് അവിടുത്തെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഒരു നടപടി കൊണ്ട് മാത്രം മാറ്റാൻ കഴിയുന്ന മുറിവല്ല പത്മകുമാറിന്റെ അറസ്റ്റ് CPM-ന് ഉണ്ടാക്കുന്നതെന്ന് വ്യക്തമാണ്. അതിന് കാരണം അദ്ദേഹം ആ രീതിയിൽ CPM-ന്റെ മുഖമായി തെക്കൻ ജില്ലകളിലെങ്കിലും നിറഞ്ഞു നിന്ന നേതാവാണ്. ദേവസ്വം ബോർഡിൽ പലപ്പോഴും ശബരിമല സ്ത്രീ പ്രവേശന സമയത്തടക്കം സംസ്ഥാന സർക്കാർ നിലപാടുകൾക്ക് വിരുദ്ധമായി പോലും സ്ത്രീ പ്രവേശനത്തെ എതിർത്ത ആളാണ്. അങ്ങനെ ഒരാൾ ഭക്തരെന്ന് പരസ്യമായി തന്നെ പറയാൻ ധൈര്യം കാട്ടിയുള്ള അപൂർവം കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കൂടിയാണ് പത്മകുമാർ. അത്തരമൊരാളാണ് ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അത് CPM-നെ ചെറുതായൊന്നുമല്ല ആ കാര്യം വേദനിപ്പിക്കുന്നതെന്ന് ഉറപ്പാണ്. ഇനി അന്വേഷണം എങ്ങോട്ട് പോകുന്ന കാര്യത്തിലുമൊക്കെ വലിയ ആശങ്കകളുണ്ട്. ദേവസ്വം മന്ത്രിയുടെ രാജിയും മുൻ ദേവസ്വം മന്ത്രിയുടെ അറസ്റ്റുമൊക്കെ ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കാനുള്ള തെളിവുകൾ ഇതുവരെയും ഇല്ല എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ പോലും അത്തരം രാഷ്ട്രീയ പ്രചരണം ശക്തമായി തന്നെ നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഇത് ഒരു തെരഞ്ഞെടുപ്പ് കാലം ആണ് എന്നുള്ളതാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്ന അവസാന ദിവസമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ മൂർധന്യത്തിലേക്ക് മാറുന്ന ദിവസങ്ങളാണ് ഇനി വരാനുള്ളത്. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ ഇത്തരമൊരു വിഷയം ഉയർന്നു നിൽക്കുന്നത് ശബരിമല 2018 ശേഷം തൊട്ടാൽ പൊള്ളുന്ന രാഷ്ട്രീയ വിഷയം കൂടിയാണ്. ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാരും അതുപോലെ അന്നത്തെ ഭരണമുന്നണിയുമൊക്കെ വലിയ പ്രതിരോധത്തിലായ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ആ വിഷയം ഇപ്പോഴും സജീവമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങളാണ് സാധാരണഗതിയിൽ ചർച്ചയാകുന്നതെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങൾ കൂടി ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷവും BJP-യും ഒക്കെ ശ്രമിക്കും. നമുക്കറിയാം തുടക്കത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കുള്ള വാർത്ത പുറത്തു വന്ന സമയങ്ങളിൽ തന്നെ ബദൽ അയ്യപ്പ സംഗമവുമായി BJP-യും പന്തളത്ത്, അതിനുശേഷം കോൺഗ്രസിന്റെ വലിയ ജാഥയുമൊക്കെ നടത്തിയിരുന്നു. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലും ഈ വിഷയം കത്തിച്ചു നിർത്താൻ തന്നെ പ്രതിപക്ഷം തീരുമാനിക്കുമെന്ന് ഉറപ്പാണ്. എങ്ങനെയാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുക CPM എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അയ്യപ്പന്റെ സ്വർണം ഒരു തരി പൊന്നെങ്കിലും കട്ടവരാരുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ഒരു നിലപാടും CPM സ്വീകരിക്കണം. അവർക്കെതിരായ നിലപാട് തന്നെ അത് എത്ര ഉന്നതനായാലുമെന്ന് CPM നേതാക്കൾ ആവർത്തിക്കുമ്പോഴാണ് ഒന്നിനു പുറകെ ഒന്നായി CPM-ന്റെ നേതാക്കൾ തന്നെ ഈ കേസിൽ പ്രതികളായി ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. N. വാസു ഉദ്യോഗസ്ഥ എന്ന രീതിയിൽ മാത്രമല്ല CPM നേതാവ് എന്ന രീതിയിലും ആ രീതിയിൽ കാണേണ്ട ആളാണ്. തൊട്ടു പിന്നാലെ പത്മകുമാർ കൂടി ഇപ്പോൾ ജയിലിലാകുമ്പോൾ CPM അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാകുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുക? അന്വേഷണം നീണ്ടുപോകും തോറും അത് CPM-നെ തെരഞ്ഞെടുപ്പിൽ ദോഷകരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷം ഇതിനകം തന്നെ അതൊരു വലിയ പ്രചരണ വിഷയമായി സർക്കാരിനെതിരെയുള്ള CPM-നെതിരെയുള്ള ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു. ഉദ്യോഗസ്ഥരും മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒന്നല്ല ദേവസ്വം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. അതിന് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മൗന അനുമതിയുണ്ട് എന്ന പ്രചരണമാണ് കോൺഗ്രസും BJP-യും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ CPM-ന്റെ പ്രതിരോധം CPM എങ്ങനെ അത് മറികടക്കുമെന്ന് വളരെ നിർണായകമാണ്. വി അരുണാണ് വിശദവിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് K. സുരേന്ദ്രൻ. സ്വർണ്ണക്കൊള്ള കടകംപള്ളിയും പത്മകുമാറും പോറ്റിയും ചേർന്നാണ് ആസൂത്രണം ചെയ്തത്. കടകംപള്ളിയെ ഉടൻ അറസ്റ്റ് ചെയ്യണം. സ്വർണ്ണ കവർച്ചയിൽ സർക്കാരും CPM-ഉം ഗൂഢാലോചന നടത്തിയെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ അറസ്റ്റോടെ ഈ കേസിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മാനം വന്നിരിക്കുകയാണ്. കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഞങ്ങൾ ആദ്യ ദിവസം മുതൽക്ക് തന്നെ ശബരിമലയിൽ നടന്ന അതിഭീകരമായ കൊള്ള CPM-ന്റെ ആസൂത്രണമാണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. സർക്കാരും CPM-ന്റെ നേതൃത്വവും ഗൂഢാലോചന നടത്തിയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത്. അതിപ്പോൾ വളരെ വ്യക്തമായി സ്പഷ്ടമായി തെളിഞ്ഞിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ
സംസ്ഥാനത്തെ CPMന്റെ ഒരു മുൻ MLA ആണ്. പത്തനംതിട്ടയിലെ ഏറ്റവും സീനിയർ മാർക്സിസ്റ്റ് പാർട്ടി നേതാവാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെയും വളരെ വിശ്വസ്തനായിട്ടുള്ള അനുയായിയും. പത്മകുമാറിനെ മറ്റു പല പേരുകളും വന്നിട്ടും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണ് പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കുന്നത്. ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും അതീവ താൽപര്യമെടുത്താണ് ശ്രീമാൻ പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കുന്നത്. അന്ന് പ്രധാനപ്പെട്ട മറ്റ് പല പേരുകളും ഉയർന്നു വന്നിരുന്നു. ആ പേരുകൾ ഒഴിവാക്കിക്കൊണ്ട് പത്മകുമാറിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി നൽകിയത് ഏറ്റവും തലപ്പത്തുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമായ ബന്ധമില്ല, സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണ്, CPMന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് എതിരെ തുടരന്വേഷണമില്ല. ക്ലീൻ ചിറ്റ് തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പരാതിക്കാരന് മുൻകൂർ അനുമതി തേടിയ ശേഷം വീണ്ടും പരാതി നൽകാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങളും ഹൈക്കോടതി നീക്കി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ആശ്വാസകരമായ വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. അതുകൊണ്ട് തന്നെ ADGPക്കെതിരെ തുടരന്വേഷണമില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശങ്ങളും കോടതി നീക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ ആവശ്യപ്രകാരമായിരുന്നു, ഹർജിയിൽ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു നീക്കം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ADGPക്കെതിരായ അന്വേഷണത്തിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ വിജിലൻസ് കോടതി അത് പരിശോധിക്കാതെയാണ് കോടതി നടപടിയെടുത്തത്. മാത്രമല്ല, MR അജിത് കുമാറിനേക്കാൾ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ഏത് സാഹചര്യത്തിലാണ് അന്വേഷണം നടത്തിയത്, അതായത് മാനുവൽ പാലിക്കാതെയാണ് കോടതി അത് വിജിലൻസ് അന്വേഷണം നടത്തിയത് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ ഇതിന്റെ വാദം നടക്കുമ്പോൾ കോടതി ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചത്. മാത്രമല്ല, അജിത് കുമാർ വസ്തു വാങ്ങിയതിന് ഉപയോഗിച്ച പണം എവിടുന്നാണ്, അജിത് കുമാറിന്റെ വരവും അതല്ലെങ്കിൽ കയ്യിലുള്ള പണവും തമ്മിലുള്ള ആനുപാതികമായ കണക്ക് ശരിയാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും വിജിലൻസ് പരിശോധിച്ചിട്ടില്ല. ഒരു MLAയുടെ ആരോപണങ്ങൾ മാത്രമാണ് മുന്നിലുള്ള അല്ലെങ്കിൽ കോടതിക്ക് മുന്നിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തെളിവ് നൽകുന്ന അല്ലെങ്കിൽ തെളിയിക്കുന്ന യാതൊരു രേഖകളും കോടതിക്ക് മുൻപിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചിന്റേതാണ് വിധി. എന്തായാലും MR അജിത് കുമാറിനെതിരെ തുടരന്വേഷണമില്ല. അത് മാത്രമല്ല, കീഴ്ക്കോടതിയെ നിശിതമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. പ്രത്യേകിച്ചും വിജിലൻസ് മാനുവൽ പരിശോധിക്കാതെയാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇത് മാത്രമല്ല, ഈ വിജിലൻസ് നേരത്തെ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ക്ലീൻ ചിറ്റ് നൽകിയിട്ടാണ് വിജിലൻസ് കോടതി ഈ MR അജിത് കുമാറിനെ അന്വേഷണത്തിന് ഉത്തരവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു സാഹചര്യം കൂടി, അതായത് അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ തന്നെ എങ്ങനെയാണ് അജിത് കുമാറിനേക്കാൾ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായതെന്നും കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, വിജിലൻസ് കോടതി ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളും കോടതി നീക്കിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ PV അൻവറിന്റെ വീട്ടിൽ ED റെയ്ഡ് 6 മണിക്കൂർ പിന്നിട്ടു. KFC വായ്പ അടക്കം സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് അൻവറിന്റെ മലപ്പുറം ഒതായിലെ വീട്ടിലും ഓഫീസിലും സഹായികളുടെ വീട്ടിലും ഒരേ സമയം പരിശോധന പുരോഗമിക്കുന്നത്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഇപ്പോഴും പരിശോധന തുടരുകയാണോ? എന്താണ് അവിടെ നിന്ന് തരാൻ കഴിയുന്നവരെ? അശ്വതി, 7 മണിക്ക് തുടങ്ങിയ പരിശോധന ഒതായിലെ വീട്ടിൽ ഇപ്പോഴും തുടരുകയാണ്. EDയുടെ ഒരു സംഘം കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ട് നിന്നുള്ള ഒരു സംഘം ഇവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മഞ്ചേരിയിലെ ഓഫീസുകളിലും അദ്ദേഹത്തിൻ്റെ സഹായിയുടെ വീട്ടിലും ഇതേ സമയത്ത് പരിശോധനകൾ നടക്കുന്നുണ്ട്. 6 സംഘങ്ങളായിട്ടാണ് EDയുടെ പരിശോധന ഇവിടെ നടക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട KFCയുടെ വായ്പ
അതിൻ്റെ ഒരു പ്രശ്നം, അതിൽ 12 കോടി അദ്ദേഹം വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് പരാതി പോയിരുന്നു. ഒരു വസ്തു തന്നെ 2 തവണ ഈട് വെച്ച് വായ്പ എടുത്ത തരത്തിലാണ് ഈ പരാതി ഉള്ളത്. ഇത് സംബന്ധിച്ച് വിജിലൻസിൻ്റെ അന്വേഷണവും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നടന്നിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഇഡിയുടെയും അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ അത് വിജിലൻസിൻ്റെ കയ്യിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ശേഖരിച്ചാണ് ഇഡിയുടെ പരിശോധന പുരോഗമിക്കുന്നത്. നേരത്തെയും അൻവറിൻ്റെ വീടും ഓഫീസും ഒക്കെ പലതവണ വിജിലൻസും ക്രൈംബ്രാഞ്ചും ഒക്കെ വിവിധ വിഷയങ്ങളിൽ പരിശോധിച്ചിട്ടുണ്ടെങ്കിലും ഈ ഘട്ടത്തിലെ പരിശോധന രാഷ്ട്രീയമായിട്ട് കൂടി ഏറെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ UDF പ്രവേശനം അത് പ്രഖ്യാപനത്തിൻ്റെ അരികിലെത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു ഇഡിയുടെ ഭാഗത്തുള്ള പരിശോധന ഉണ്ടാകുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ആരോപിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ അല്ലെങ്കിൽ ഭരിക്കുന്നവർ സംയുക്തമായിട്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്ന ആരോപണമാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്നാണെങ്കിലും അൻവറിൻ്റെ ഭാഗത്തുള്ള പ്രതികരണം ഈ പരിശോധനയ്ക്ക് ശേഷം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. 6 മണിക്കൂറിനപ്പുറവും അൻവറിൻ്റെ വീട്ടിലും സഹായിയുടെ വീട്ടിലും ഓഫീസിലും ഇഡിയുടെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെയൊക്കെ അവിടെ പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം കണ്ടിരുന്നു വീടിന് പുറത്ത്. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് എന്നുള്ളൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവരൊക്കെ അവിടെ തുടരുകയാണോ? ഇന്ന് വെള്ളിയാഴ്ചയായതുകൊണ്ട് ജുമാ നമസ്കാരത്തിൻ്റെ സമയമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരിൽ ഭൂരിഭാഗവും പള്ളികളിലേക്ക് പോയിട്ടുണ്ട്. അൻവറിനെ ജുമാ നമസ്കാരത്തിന് വിട്ടയക്കണം അല്ലെങ്കിൽ അനുവാദം നൽകണമെന്ന ആവശ്യവും പ്രവർത്തകർ ഇഡിയുടെ ഇവിടെ സുരക്ഷയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമായി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനൊന്നും ഇഡി അനുവദിച്ചിട്ടില്ല. അദ്ദേഹം ഈ വീട്ടിൽ തന്നെ തുടരുകയാണ്. പ്രവർത്തകർ ഈ പരിസരത്തൊക്കെ ഉണ്ട്. പക്ഷേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ സമീപത്തുള്ള പള്ളികളിലേക്ക് പോയതാണ്. വലിയ തോതിൽ തന്നെ ഒരു ജനക്കൂട്ടം രാവിലെ ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രേരിതമായൊരു നീക്കമാണ് ഇതെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഇവിടെ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചില പത്രികാ സമർപ്പണത്തിൻ്റെ രേഖകളും അൻവറിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അതെടുക്കാൻ ആദ്യം ഉദ്യോഗസ്ഥർ സമ്മതിച്ചിരുന്നില്ല. തുടർന്ന് പ്രതിഷേധം ഉണ്ടായി. പ്രവർത്തകർ പിന്നീടാണ് ആ രേഖകളൊക്കെ എടുക്കാൻ അനുവാദം നൽകിയത്. അത്തരത്തിലൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ പ്രവർത്തകരൊക്കെ തന്നെ പരിസര പ്രദേശങ്ങളായ പള്ളികളിലേക്ക് പോയ ഒരു സാഹചര്യമാണുള്ളത്. അൻവറിനെ ആകട്ടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇഡി അനുവദിച്ചിട്ടുമില്ല. ശരി, PV അൻവറിന്റെ വീട്ടിലെ ഇഡി പരിശോധന 6 മണിക്കൂർ പിന്നിടുകയാണ്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി 3 മണിക്ക് അവസാനിക്കും. അവസാന ദിവസം പത്രിക സമർപ്പിക്കാൻ വലിയ തിരക്കാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥികളായ R ശ്രീലേഖയും VV രാജേഷും പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിലെ LDFന്റെ മേയർ സ്ഥാനാർത്ഥി CP മുസാഫിർ അഹമ്മദും UDF സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും ഇന്ന് പത്രിക നൽകി. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിയതിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് ഇടപെട്ടതിന് തെളിവായി ദൃശ്യങ്ങൾ. വൈഷ്ണ രേഖപ്പെടുത്തിയ TC നമ്പറിലെത്തി വിവരം ശേഖരിച്ചത് മേയറുടെ ഓഫീസിലെ ജീവനക്കാരാണ്. ഈ രേഖ ഉപയോഗിച്ചാണ് വൈഷ്ണയുടെ വോട്ട് വെട്ടിയത്. എന്നാൽ പരിശോധനയ്ക്കെത്തിയത് നഗരസഭയിലെ റവന്യൂ വിഭാഗം ജീവനക്കാർ ആണ് എന്നാണ് മേയറുടെ ഓഫീസിന്റെ വിശദീകരണം. മുട്ടടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയതിന് പിന്നിൽ മേയറുടെ ഓഫീസും മേയറുടെ ഇടപെടലുണ്ടെന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത് K മുരളീധരനാണ്. പിന്നീട് പ്രതിപക്ഷ നേതാവടക്കം ഒരു CPM നേതാവും 2 CPM നേതാക്കൾ, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിന് പിന്നിലുണ്ടെന്ന ആരോപണം ഉയർത്തിയിരുന്നു. ഇന്ന് പുറത്തു വന്ന തെളിവുകൾ ആ ആരോപണങ്ങളെ ഒരു പരിധിവരെ സാധൂകരിക്കുന്നതാണ്. കോർപ്പറേഷൻ ഓഫീസിലെ ജീവനക്കാർ വൈഷ്ണയുടെ പേര് ചേർന്ന വീട്ടിൽ പോയി അവരോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. നേരത്തെ CPM കേന്ദ്രങ്ങൾ തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോയാണ് ഇപ്പോൾ അവർക്ക് തിരിച്ചടിയാകുന്നത്. വൈഷ്ണയുടെ വോട്ട് അവിടെയല്ല എന്ന് തെളിയിക്കാൻ ആ വീട്ടിലെ ഇപ്പോൾ താമസക്കാരിയുടെ ഒരു പ്രതികരണമാണ് അന്ന് പുറത്തുവിട്ടത്. അതിൽ കോർപ്പറേഷൻ ഓഫീസിൽ 2 ജീവനക്കാരുണ്ട്. അത് മേയറുടെ ഓഫീസ് സ്റ്റാഫ് എന്ന വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ മേയർ
മേയറുടെ ഓഫീസിലെ വിശദീകരണം റവന്യൂ വിഭാഗത്തിലെ മേയറുടെ ഓഫീസിലെ റവന്യൂ വിഭാഗത്തിലെ ജീവനക്കാരാണ്. അവർ തെരഞ്ഞെടുപ്പ് ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അതിനപ്പുറത്തേക്ക് അവരുമായി ഒരു ബന്ധവും നഗരസഭയ്ക്ക് ഇല്ല. നഗരസഭാ ജീവനക്കാർ PSC വഴി ജോലിയിൽ വന്നവരാണ്. ഇലക്ഷൻ ഡ്യൂട്ടികൾ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അവിടെ മേയറുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന വിശദീകരണമാണ് മേയറുടെ ഓഫീസ് നൽകുന്നത്. എന്നാൽ കോൺഗ്രസും പ്രതിപക്ഷവും വലിയൊരു ആയുധമാക്കി മാറ്റുകയാണ്. വൈഷ്ണവ് സ്ഥാനാർത്ഥിയെ ഒഴിവാക്കാൻ മേയർ ഇടപെട്ടു എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ വരും ദിവസങ്ങളിലും ഇത് മുട്ടട വാർഡിലും തിരുവനന്തപുരം നഗരസഭയിലും മാത്രമല്ല സംസ്ഥാന വ്യാപകമായി വോട്ട് വെട്ടാൻ CPM ശ്രമിച്ചു. അതിന് മേയറും അവരുടെ ഓഫീസും കൂട്ടുനിന്ന ആരോപണം ശക്തമായി ഉന്നയിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. യുമായി സഖ്യമില്ലെന്ന് നേതൃത്വം അവകാശപ്പെടുമ്പോഴും പല തദ്ദേശ സ്ഥാപനങ്ങളിലും വെൽഫെയർ UDF ധാരണ. കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിൽ വെൽഫെയർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡുകളിൽ UDF സ്ഥാനാർത്ഥിയില്ല. ഇക്കാര്യം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി സാലി കൊടപ്പൻ ന്യൂസ് 18നോട് സ്ഥിരീകരിച്ചു. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി ഒരു തരത്തിലുമുള്ള രഹസ്യമോ പരസ്യമോ ആയ ധാരണ ഇല്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പക്ഷേ മിക്കയിടങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പരസ്പരം പിന്തുണച്ചാണ് വെൽഫെയർ പാർട്ടിയും UDFും മത്സരിക്കുന്നത്. UDF സ്വതന്ത്രർ മത്സരിക്കുന്ന ഇടങ്ങളിൽ വെൽഫെയർ പാർട്ടി തങ്ങളുടെ പിന്തുണ സ്വതന്ത്രന് നൽകുന്നു. വെൽഫെയർ പാർട്ടിയുടെ സ്വതന്ത്രൻ മത്സരിക്കുന്ന ഇടങ്ങളിൽ UDF അവരുടെ പിന്തുണ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് നൽകുകയും ചെയ്യുന്നു. പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഇടങ്ങളിൽ എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. അതായത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നിടത്ത് UDF സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യമുണ്ട്. കോഴിക്കോട് ജില്ലയുടെ പല മേഖലകളിലും ഇത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇരുവരുടെയും പൊതുധാരണ പ്രകാരം മത്സരിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലും സമാനമായ രീതിയിൽ തന്നെയാണ് മത്സരം മുന്നോട്ട് നീങ്ങുന്നത്. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ പരസ്യമായ ബന്ധമാണ് ഇരു വിഭാഗവും തമ്മിലുള്ളത്. വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണത്തിന് UDF നേതാക്കളടക്കം പോവുകയും ചെയ്തു. ഇത്തരത്തിൽ പലയിടങ്ങളിലും ധാരണ ഉണ്ട് എന്ന് ധാരണകളിൽ ചർച്ച നടക്കുന്നുവെന്ന് കോഴിക്കോട് ജില്ലയുടെ വെൽഫെയർ പാർട്ടി ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്യുന്നു. പ്രാദേശിക ധാരണകളാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുക. പ്രാദേശിക ധാരണകൾ പല നിലയിൽ രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ആരൊക്കെ എന്തൊക്കെയെന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോലത്തിലേക്ക് ആയിട്ടില്ല. നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ വെക്കുക, മത്സര രംഗത്തുണ്ടാവുക എന്നതാണ് പാർട്ടി സ്വീകരിച്ച നിലപാട്. ആ നിലക്ക് നമ്മൾ നോമിനേഷനുകൾ കൊടുക്കുന്നുണ്ട് എല്ലായിടങ്ങളിലും. വെൽഫെയർ പാർട്ടിയും UDFുമായി തെരഞ്ഞെടുപ്പിൽ പരസ്യമായ ധാരണയുണ്ടെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് പാണക്കാട് തങ്ങൾ വരെ എത്തിയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതാണ് കേരളത്തിലെ മതനിരപേക്ഷത എന്ന് പറയുന്നത്. മതേതരത്വം കേരളത്തിൽ ഇങ്ങനെയാണ്. കേരളം ഇതെന്താ പറയാ, ഇതാണ് കേരളം, ഇത് കേരളമാണ്. അപ്പൊ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മതേതര പാർട്ടിയാണ്. തങ്ങന്മാര് പ്രഖ്യാപിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയാണ് പ്രഖ്യാപിച്ചെങ്കിൽ കുഴപ്പമില്ല, തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. തങ്ങൾ അറിയപ്പെടുന്നത് തന്നെ ഞാൻ ഏറ്റവും വലിയ മതേതരവാദി എന്നാണ്. എവിടെ മതേതരവാദിക്ക് എങ്ങനെ ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റും? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും പരസ്പരം സഹകരണം ഉണ്ടായിരുന്നു. മുന്നണി ധാരണ അനുസരിച്ച് പല നഗരസഭകളിലടക്കം വെൽഫെയർ പാർട്ടിയും UDFും മത്സരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ഒന്നിച്ച് മത്സരിച്ച മുക്കം നഗരസഭയിലടക്കം ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തി ഈ ഘട്ടത്തിൽ മത്സരിക്കുന്നു. മറ്റ് നിരവധി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ വെൽഫെയർ പാർട്ടിയുടെയും UDFിന്റെയും ഒക്കെ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പത്രിക പിൻവലിക്കുന്ന സമയമെത്തുമ്പോൾ ഇക്കാര്യത്തിലുള്ള ധാരണ കൂടുതൽ പ്രകടമാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലാ നഗരസഭയിലെ കടുത്ത പോരാട്ടത്തിനിടെ കിങ് മേക്കറാകാൻ ഒരു രാഷ്ട്രീയ മത്സരം നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ CPMന്റെ ഒരേയൊരു അംഗമായിരുന്ന ബിനു പുളിക്കകണ്ടം സ്വതന്ത്രനായാണ് ഇത്തവണ ജനവിധി തേടുന്നത്. ബിനുവിനെ കൂടാതെ മകൾ ദിയ ബിനുവും ജ്യേഷ്ഠൻ ബിജുവും സ്വതന്ത്രരായി മത്സരരംഗത്തുണ്ട്. 3 പേരും വിജയിച്ചാൽ പാലായിൽ ആര് ഭരിക്കണം എന്ന കാര്യത്തിൽ പോലും അത് നിർണായകമാകാനാണ് സാധ്യത. കഴിഞ്ഞ 5 വർഷം പാലാ നഗരസഭ സംസ്ഥാന തലത്തിൽ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചൊരു സ്ഥലമായിരുന്നു. ഇനിയുള്ള 5 വർഷക്കാലവും അങ്ങനെ തന്നെ ആകുമോ എന്ന സസ്പെൻസ് ബാക്കിയാകാൻ ചില കാരണങ്ങൾ ഇവിടെയുണ്ട്. പാലയിൽ 3 സ്വതന്ത്രന്മാർ മത്സരിക്കുന്നു. ഒരുപക്ഷെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവരെ പരിചയമുണ്ടാകും. ബിനു പുളിക്കകണ്ടം ഉൾപ്പെടെയുള്ളവരാണ്. പാലയുടെ കിങ് മേക്കറായി മാറുമോ? സാധ്യത തള്ളിക്കളയുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം അതല്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ അനിവാര്യമായത് എപ്പോൾ വേണേൽ സംഭവിക്കാം. രാഷ്ട്രീയത്തിൽ പകയും പ്രതികാരവും ഒക്കെ സ്വാഭാവികമല്ലേ? കഴിഞ്ഞ തവണ
പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ബിനു പുളികകണ്ഠത്തിന് ചെയർമാനാകാൻ പറ്റാതെ പോയതിന് പിന്നിലുള്ള ചില എതിർപ്പുകളൊക്കെ ഞങ്ങളൊക്കെ നേരിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. അതൊക്കെ മനസ്സിലുണ്ടാവില്ലേ? അതുകൊണ്ട് അല്ല, ഞങ്ങൾക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ടല്ല ഞങ്ങൾ സ്വതന്ത്രമായി മത്സരിക്കുന്നത്. രാഷ്ട്രീയമുണ്ട്. അപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു സ്വതന്ത്ര കൂട്ടായ്മയായിട്ട് മത്സരിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഈ 5 വർഷക്കാലം ഞങ്ങൾ മത്സരിക്കുന്ന 2 വാർഡ് CPM 1 വാർഡ് CPI ജയിച്ചതാണ്. അതിൽ ഞാൻ പാർട്ടി ചിഹ്നത്തിൽ ജയിച്ചതാണ്. എന്നാൽ ഇപ്രാവശ്യം എതിർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിൽ പോലുമല്ല. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി ഭാരവാഹികൾ, അതായത് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ, സെക്രട്ടറിമാരുൾപ്പെടെ, ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ, ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാര്യ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹി ഉൾപ്പെടെ എല്ലാവരും സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ നിർണായക കൈ നോക്കുകയാണ്. എന്തായാലും കൈ നോക്കുന്ന 2010 ഞങ്ങൾ ഇതേപോലെ എൻ്റെ നേതൃത്വത്തിൽ ഇതേപോലെ 3 വാർഡിലും മത്സരിച്ച് ഞങ്ങൾ 3 പേരും വിജയിച്ചതാണ്. അന്ന് ഇവർ 2 പേരും ഇല്ലായിരുന്നു. ഞങ്ങൾ 3 പേരും വിജയിച്ചു. ഈ 3 വാർഡിലും വിജയിച്ചിട്ടുണ്ട്. നേരത്തെ വിജയിച്ചിട്ടുണ്ട്. 2010 ഞങ്ങൾ 3 പേരും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപക്ഷെ ചരിത്രത്തിൽ സാധിക്കാത്ത രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് കൊണ്ടുവരാൻ പറ്റിയിരുന്നു. ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇച്ചിരൂടെ നമ്മുടെ ന്യൂജൻ രാഷ്ട്രീയം, ഐഡിയാപരമായിട്ടും അല്ലെങ്കിൽ ആ രാഷ്ട്രീയമായിരുന്നു. പക്ഷേ അവൾക്ക് ഈ രാഷ്ട്രീയം ഒരിക്കലും അപരിചിതമുണ്ടായിരുന്നില്ല. എൻ്റെ സൂചിപ്പിച്ചായിരുന്നു, എൻ്റെ കൗൺസിലർഷിപ്പിൻ്റെ പാരമ്പര്യം അല്ലെങ്കിൽ പ്രായം ഉള്ളൂ അവൾക്ക്. ആളുകളെ അഭിമുഖീകരിക്കാൻ തുടങ്ങി. ആളുകൾ എന്താ പറയുന്നത്? ഇവര് 2 പേരും ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും എനിക്കൊരു വളരെ നല്ല സപ്പോർട്ടാണ്. എല്ലാവരും ഉറപ്പായിട്ടും പുതിയ തലമുറ കടന്നു വരട്ടെ, നിങ്ങളുടെ ഐഡിയാസ് വരട്ടെ. ഇപ്പം അച്ഛനാണെങ്കിലും പറഞ്ഞ പോലെ അച്ഛൻ തുടങ്ങിയിട്ട് കുറേ പ്രോജക്ട്സ് ഉണ്ട്, അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നാണ് പറയുന്നത്. ആൾക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുക, അവർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ അവർക്ക് അറിയാതെ പോകുന്ന, നമ്മൾക്കാണെങ്കിലും ഒത്തിരി റൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒത്തിരി റൈറ്റ്സ് ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിലും അവർക്കത് അറിയത്തില്ലായിരിക്കും. അതൊക്കെ അവരിലേക്ക് എത്തിക്കുക, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക. ബിനുവിൻ്റെ ചേട്ടനാണ് ബിജു പുളികകണ്ഠം. ഇങ്ങനൊരു മത്സരത്തിന് ഇറങ്ങാൻ എന്താണ് അങ്ങനൊരു തീരുമാനം? അനിയനൊപ്പം നിൽക്കുക എന്നുള്ളത് കൂടിയാണോ? പിന്നെ ബിനു സൂചിപ്പിച്ചല്ലോ, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അന്യമല്ല. എൻ്റെ പിതാവ് പാലായിലെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിച്ചയാളാണ്. ഞങ്ങൾ ചെറുപ്പം മുതലേ ആ പിതാവിൻ്റെ കൈപിടിച്ച് എന്ന് പറയാം. ഞാനും കേരളത്തിലെ പ്രമുഖ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ യുവജന പ്രസ്ഥാനത്തിൽ അതിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ട് 30 വർഷം ഉണ്ടായിരുന്നയാൾ തന്നെ. സുരേഷ് ഗോപി വരുമോ പ്രചരണത്തിൽ? സുരേഷ് ചേട്ടൻ്റെ അറിയാമല്ലോ, രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹാശിസുകൾ മൗനമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരസ്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. രാഷ്ട്രീയത്തിനുപരിയായിട്ട് വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി അത് വേണം. എന്തായാലും അതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ സ്വതന്ത്രമായി മത്സരിക്കുന്നു, BJPയിൽ ഉൾപ്പെടെ നിന്നപ്പോൾ പോലും വിജയിച്ച ഒരു ചരിത്രമുണ്ട് ബിനു പുളികകണ്ഠത്തിന്. അതേപോലെ ഈ 3 വാർഡുകളിലും വിജയിച്ചിട്ടുള്ള ഒരു പാരമ്പര്യവുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇത്തവണ ഈ പറഞ്ഞതുപോലെ പാലയുടെ ഒരു കിങ് മേക്കർ ആകാൻ ഈ പുളികകണ്ഠം ഫാമിലി അങ്ങനെയായി മാറുമോ എന്ന ചോദ്യം കൂടി പാല നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുകയാണ്. പാലയിൽ നിന്ന് G. ശ്രീജിത്ത്, News 18. കണ്ണൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ കോൺഗ്രസ് പുറത്താക്കിയ കൌൺസിലർ പി.കെ. രാഗേഷ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയും ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയും സഖ്യമായാണ് 12 വാർഡുകളിൽ മത്സരിക്കുന്നത്. പഞ്ഞിക്ക വാർഡിൽ നിന്നാണ് പി.കെ. രാഗേഷ് മത്സരിക്കുന്നത്. നമ്മളുമായി സഹകരിക്കാൻ പറ്റുന്ന മറ്റു ഇതേ സമാനമായി ചിന്തിക്കുന്നവരുമായി കൈകോർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംസ്ഥാന ഘടകത്തിൻ്റെ കണ്ണൂരിലുള്ള ഘടകം കൂടി നമ്മളോടൊപ്പം സഹകരിക്കാമെന്ന് പറഞ്ഞ് അവരും നമ്മളും കൂടി ഒന്നിച്ചാണ് മത്സരങ്ങൾക്കുള്ളത്. കാരാട്ട് ഫൈസലിന്റെ സ്ഥാനാർത്ഥിത്വം CPM-ന് അധോലോക സംഘങ്ങളുമായുള്ള ബന്ധത്തിന്റെ തെളിവെന്ന് കെ. സുരേന്ദ്രൻ. വൈറ്റ് കോളർ ടെററിസ്റ്റുകളിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുമുണ്ടെന്നും ആരോപണം. കാരാട്ട് ഫൈസൽ ഈ CPM-ന് കുറച്ചെങ്കിലും ഒരു എന്താ പറയുക, കഴിഞ്ഞ തവണ കാരാട്ട് ഫൈസൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ വലിയ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തി. സ്ഥാനാർത്ഥി അടക്കം വോട്ട് ചെയ്തില്ല. 0 വോട്ടാണ് പാർട്ടി സ്ഥാനാർത്ഥി കിട്ടിയത്. അങ്ങനെ പോയ ഒരാളെ ഇപ്പോൾ ഒഫീഷ്യൽ സ്ഥാനാർത്ഥിയായിട്ട് LDF പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് CPM അകപ്പെട്ടിരിക്കുന്ന ഈ വൻ സാമ്പത്തിക ശക്തികളുമായി, അധോലോക സംഘങ്ങളുമായി കുറച്ചു കാലമായി CPM ഉണ്ടാക്കിയിട്ടുള്ള ബാന്ധവത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണിത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം, പ്രത്യേകിച്ച് മലബാറിൽ
രണ്ടു മുന്നണികളും ഇത്തരം അധോലോക സംഘങ്ങളെയും മതതീവ്രവാദ ശക്തികളെയും കൂട്ടുപിടിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കാസർഗോഡ് പടന്നയിൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള അതൃപ്തിയെ തുടർന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി മുഴുവൻ രാജിവെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിക്കാത്തതിനെ തുടർന്നാണ് രാജി. പടന്ന പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട UDF-ലെ തർക്കം രൂക്ഷമായതോടെയാണ് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചത്. യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് പരിഗണിച്ചിരുന്നില്ല. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വാർഡ് കോൺഗ്രസിന് നൽകിയതിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ പരസ്യമായി പ്രതിഷേധമുയർത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ നേതാക്കളെ ഉപരോധിച്ചിരുന്നു. വർഷങ്ങളായി പടന്ന ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളും ടൗൺ ക്ലബിലെ യുവാക്കളും ഉപയോഗിക്കുന്ന പടന്ന മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മൈതാനത്ത് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ എതിർപ്പ് പരിഗണിച്ചില്ല. പടന്ന പഞ്ചായത്തിലെ 6 വാർഡുകളിൽ പ്രവർത്തകരെ പരിഗണിക്കാതെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചുവെന്നും വിമർശനമുണ്ട്. പ്രതിഷേധമുയർത്തതിന് പിന്നാലെ യൂത്ത് ലീഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത് ശരിയായ രീതിയിലല്ലെന്നും കമ്മിറ്റിക്ക് വിശ്വാസ്യതയില്ലെന്നും വിമർശനമുയർത്തി ചില മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തി. ഇതേ തുടർന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കമറുദ്ദീൻ PK, ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി PKC, ട്രഷറർ ജലീൽ ഓരിമുക്ക് തുടങ്ങിയവരാണ് രാജിവെച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് കമ്മിറ്റിക്കെതിരെ വിമർശനവും ആക്ഷേപവും ഉയർത്തിയ സാഹചര്യത്തിൽ കമ്മിറ്റി ഒരുമിച്ച് രാജിവെക്കുന്നുവെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് നൽകിയ കത്തിൽ പറയുന്നത്. നവംബർ 2 ചേർന്ന കൺവെൻഷനിൽ തെരഞ്ഞെടുത്ത കമ്മിറ്റിയാണ് മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള തർക്കത്തെ തുടർന്ന് കൂട്ടത്തോടെ രാജിവെച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് DCC ഓഫീസിലെ തമ്മിൽ തല്ലിൽ വിചിത്ര നടപടിയുമായി നേതൃത്വം. തമ്മിൽ തല്ലിയവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം ദൃശ്യം പകർത്തിയ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി KM സഹ്വാൻ കുന്നിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കയ്യാങ്കളിയിൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നായിരുന്നു നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രതികളായ അൽഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് വിദേശത്തു നിന്ന് പരിശീലനം കിട്ടിയതായി സംശയം. ഡോക്ടർ മുസമിലിന് എൻക്രിപ്റ്റ് ചെയ്ത ആപ്പ് വഴി ബോംബ് നിർമ്മിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. പാക് തീവ്രവാദ സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിനും IS ശാഖയായ അൻസാർ ഗസ്വാദ് അൽ ഹിന്ദിനും വേണ്ടിയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. അഭിലാഷ്, വളരെ ഗൗരവമുള്ള വിവരങ്ങളല്ലേ പുറത്തുവരുന്നത്? ഡൽഹി ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യത്തിന് പുറത്തുനിന്നുള്ള ചില ശക്തികൾ കൂടി ഈ ഭീകരർക്ക് സഹായങ്ങൾ നൽകി എന്നുള്ള വിവരങ്ങളാണ്. അതായത് ഒരു ഹൻസുള്ള, നിസാർ, ഉക്കാസ ഇങ്ങനെ 3 ഹാൻഡിലുകളിൽ നിന്ന് ഇവർക്ക് സഹായങ്ങൾ ലഭിച്ചിരുന്നു. മാത്രമല്ല മുഹമ്മദ് ഗനായിൽ അയാൾക്ക് ചില ബോംബുകൾ നിർമ്മിക്കുന്ന വീഡിയോകൾ കൂടി ഇവർ അയച്ചു കൊടുത്തു എന്നുള്ള വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഈ മുസമ്മൽ ഗനായിലിൻ്റെ ഫോണിൽ നിന്ന് അത് NIA സംഘം കണ്ടെടുത്തിരിക്കുന്നു. ഇത് കൂടാതെ കർണാടക സ്വദേശിയായിട്ടുള്ള ഒരു 2012 രാജ്യം വിട്ടുപോയ ഒരു ഭീകരനുണ്ട്. അയാൾക്ക് കൂടി ഇതിൽ പങ്കുണ്ടെന്നുള്ള നിർണായകമായ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. ഇയാളുടെ പേര് മുഹമ്മദ് ഷാഹിദ് ഫൈസൽ എന്നാണ്. ഇയാൾ ഈ ഒരു ചെങ്കോട്ട സ്ഫോടനത്തിൻ്റെ മോഡസ് ഓപ്പറാൻഡി കണ്ടിട്ടാണ് ഇത്തരത്തിലൊരു മുഹമ്മദ് ഷാഹിദ് ഫൈസലിലേക്കും NIA അന്വേഷണം നീണ്ടുപോയത്. കോയമ്പത്തൂർ ബ്ലാസ്റ്റ്, അതുപോലെ രാമേശ്വരം കഫേ ബ്ലാസ്റ്റ് തുടങ്ങിയിട്ടുള്ള ആക്രമണങ്ങളിൽ, സ്ഫോടനങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നുള്ള വിവരങ്ങൾ പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നതാണ്. മാത്രമല്ല കർണാടകയിലും തമിഴ്നാട്ടിലും ചില ഭീകര മൊഡ്യൂളുകൾ ഇയാൾ നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇയാൾക്ക് കൂടി ഈ ഭീകരരുമായി ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇയാളെ കേണൽ ലാപ്ടോപ്പ് ഭായ്
ഭായ് തുടങ്ങിയിട്ടുള്ള പേരുകളിലാണ് ഈ സംഘം വിശേഷിപ്പിച്ചിരുന്നത്. ഇവരിൽ നിന്നടക്കം ഇയാൾക്ക് ഈ ഭീകരർക്ക് ഇയാളിൽ നിന്നടക്കം സഹായങ്ങൾ ലഭിച്ചതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ലഭിച്ച ഏറ്റവും നിർണായകമായ വിവരമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് 4 പേരിൽ നിന്ന് 4 ഐഡികളിൽ നിന്ന് ഇവർക്ക് രാജ്യത്തിന് പുറത്തുനിന്നുള്ള സഹായങ്ങൾ ലഭിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാൻ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ ഇവർക്ക് ഈ ഉമർ നബിക്ക് അടക്കമുള്ള സംഘങ്ങൾക്ക് കൃത്യമായ പണവും അതുപോലെ വിവരങ്ങളും സാങ്കേതിക സഹായങ്ങളും ചില എൻക്രിപ്റ്റഡ് ആപ്പ് വഴി നൽകിയിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനിർണായകമാണ് ഇനിയുള്ള അന്വേഷണ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഇവരെ എല്ലാം പിടികൂടുക, ഇവരുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു, രാജ്യത്ത് ഇവർ എന്തൊക്കെയാണ്, ഈ രാജ്യത്തിനകത്തുള്ള ഈ വൈറ്റ് കോളർ മൊഡ്യൂളിൽ ഉൾപ്പെട്ട ഡോക്ടർമാരെ ഉപയോഗിച്ച് ഇവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കൂടുതൽ അറസ്റ്റ് രാജ്യത്തിനകത്ത് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി. ശരി അഭിലാഷ്. ATMിലേക്ക് പണവുമായി പോയ വാഹനത്തിൽ നിന്ന് 7 കോടി രൂപ തട്ടിയ കേസിൽ പോലീസ് കോൺസ്റ്റബിളും കസ്റ്റഡിയിൽ. കർണാടക ഗോവിന്ദപുര സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ അണ്ണപ്പ നായിക്കാണ് കസ്റ്റഡിയിലുള്ളത്. തെക്കൻ ബംഗളൂരുവിൽ ബുധനാഴ്ചയായിരുന്നു സംഭവം. പണവുമായി പോയ വാഹനത്തെ തടഞ്ഞ് RBI ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന 6 അംഗ സംഘം പണം തട്ടിയെടുത്ത് കടന്നു കളയുകയായിരുന്നു. CMS ഏജൻസി വാഹനത്തിലുണ്ടായിരുന്ന 4 പേർ, ഏജൻസി മുൻ ജീവനക്കാരൻ, തട്ടിപ്പ് സംഘം എത്തിയ വാഹനത്തിലെ മുൻ ഉടമസ്ഥർ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉടുപ്പി കൊച്ചി ഷിപ്പ്യാർഡിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ചാരപ്രവർത്തനം നടത്തിയ 2 പേർ അറസ്റ്റിൽ. ഇന്ത്യൻ നേവിക്ക് വേണ്ടി നിർമ്മിക്കുന്ന കപ്പലുകളെ സംബന്ധിക്കുന്ന നിർണായക വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറിയതായാണ് സൂചന. ഇരുവരും 18 മാസം ഇത് തുടർന്നിരുന്നതായാണ് വിവരം. അജയ് സുധ ബിജു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അജയ്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഉടുപ്പിയിലെ കൊച്ചി ഷിപ്പ്യാർഡിലാണ് ഇവർ ഇരുവരും ജോലി ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, പ്രത്യേകിച്ച് ഈ കൊച്ചി ഷിപ്പ്യാർഡിൻ്റെ 2 യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് കൊച്ചിയിൽ പ്രവർത്തിക്കുന്നു, മറ്റൊന്ന് ഉടുപ്പിയിൽ. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റ് കപ്പൽ നിർമ്മാണമാണ് പ്രധാനമായിട്ടും കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടുപ്പിയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റ് തഗ് ബോട്ടുകളാണ് പ്രധാനമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലും ഇരുവരും ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഉത്തർപ്രദേശ് സ്വദേശികളായിട്ടുള്ള രോഹിത് അതുപോലെ തന്നെ സന്ത്രി എന്നിവരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഉടുപ്പി പോലീസാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് സിഇഒയുടെ പരാതിയെ തുടർന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരം. ഇരുവരും ഇവിടെ ജോലി ചെയ്തിരുന്ന സമയം കപ്പലുകളെ പറ്റിയിട്ടുള്ള നിർണായക വിവരങ്ങൾ, പ്രത്യേകിച്ച് കപ്പലുകളുടെ നമ്പറുകൾ, അവ നിർമ്മിക്കുന്ന സമയത്തുള്ള മറ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളവയെ പറ്റിയിട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇത് പാകിസ്ഥാനിലേക്ക് വാട്സപ്പ് വഴിയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയും പങ്കുവച്ചു എന്നാണ് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത്. എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് സോഫ്റ്റ്വെയർ ആയതിനാൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങളെല്ലാം ശേഖരിക്കേണ്ടതുണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ ഇവർ ഈ കപ്പലുകളെ പറ്റിയിട്ടുള്ള നമ്പറുകളും മറ്റു വിശദാംശങ്ങളും ഷെയർ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇന്ത്യൻ നേവിക്ക് നിർമ്മിക്കുന്ന കപ്പലുകളും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ ഏജൻസികൾക്ക് നിർമ്മിച്ച് നൽകുന്ന കപ്പലുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇവർ പങ്കുവച്ചു എന്നാണ് നിലവിൽ വരുന്ന സൂചനകൾ. ഇവർ 18 മാസം ഈ പ്രവൃത്തി ചെയ്തിരുന്നു. ഈ രോഹിത് എന്ന് പറയുന്ന വ്യക്തി ആദ്യം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റിലാണ് ആദ്യം ജോലി ചെയ്തിരുന്നത്. അവിടെ ഒരു ഇൻസുലേറ്ററായിട്ടായിരുന്നു ഇയാൾ പ്രവർത്തിച്ചിരുന്നത്. ഇതിനുശേഷം ഇയാൾ ഇവിടെ നിന്ന് ഉടുപ്പിയിലേക്ക് മാറുകയായിരുന്നു. ഉടുപ്പിയിൽ വെച്ചും ഈ രോഹിത് തൻ്റെ ഈ പ്രവൃത്തി തുടർന്നിരുന്നതായിട്ടാണ് വിവരം. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള സന്ത്രി എന്ന് പറയുന്ന വ്യക്തി അയാൾ കൊച്ചി ഷിപ്പ്യാർഡിൽ തന്നെ തുടരുകയായിരുന്നു. ഇരുവരും ഒന്നിച്ചു ചേർന്നാണ് ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് നിലവിൽ സൂചന ലഭിച്ചിരിക്കുന്നത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇരുവരെയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒരു വലിയ കണ്ണിയുടെ ഒരു വലിയ ചെയിൻ്റെ ചെറിയ കണ്ണികൾ മാത്രമാണ് ഇരുവരും എന്നാണ് പോലീസിന് വിവരം നിലവിൽ പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ശരി അജയ്. നിയുക്ത ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണും. പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന മേയർ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന കീഴ്വഴക്കം അനുസരിച്ചാണ് നീക്കം. ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് വേണ്ടി താൻ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മംദാനി മാധ്യമങ്ങളോട് പറഞ്ഞു. We'll be heading to Washington, D.C. tomorrow to meet with President Trump in the White House. It is customary for an incoming mayor of this city to meet with the White House, given the mutual reliance. My team reached out to the White House to set up this meeting because I will work with anyone to make life more affordable
for the more than 8.5 million people who call this city home. I have many disagreements with the president, and I believe that we should be relentless and pursue all avenues and all meetings that could make our city affordable for every single New Yorker. അതേസമയം കമ്മ്യൂണിസ്റ്റ് മേയറായ മംദാനി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കൂടിക്കാഴ്ചയെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അജയ് സുധാ ബിജു തുടരുന്നുണ്ട്. അജയ്, കൗതുകകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഏറെ ഉറ്റുനോക്കുകയും ചെയ്യുന്നു ആ കൂടിക്കാഴ്ചയിലേക്ക്, അതിനുശേഷമുള്ള അവരുടെ പ്രതികരണങ്ങളിലേക്ക്. അതെ, തീർച്ചയായിട്ടും ഇന്ന് രാത്രി, ഇന്ത്യൻ സമയം ഇന്ന് രാത്രിയാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും എന്നറിയിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇരുവരും പൊതുവേദിയിൽ പ്രസംഗിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന വ്യക്തി ആദ്യം അദ്ദേഹത്തിന് യാതൊരുവിധ പൊതുജന ശ്രദ്ധയും നേടാതെ ഇരുന്ന് പിന്നീട് അദ്ദേഹം സ്വയം തെരുവോരങ്ങളിലേക്ക് ഇറങ്ങുകയും അവിടെ പ്ലക്കാർഡുകൾ ഉയർത്തി കാണിച്ച് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി പിന്നീട് വലിയൊരു പോപ്പുലർ ഫിഗറായി മാറുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നത്. അന്നു മുതൽ ആ ഒരു വലിയൊരു പോപ്പുലർ ഫിഗറായി ഇയാൾ ഉയർന്നു വരുന്ന സമയം മുതൽ തന്നെ ട്രംപ് മംദാനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടിയിരുന്നു. പ്രധാനമായിട്ടും ഇയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മേയർ ന്യൂയോർക്ക് ഭരിച്ചാൽ ന്യൂയോർക്ക് നശിക്കും, ഇവിടെയുള്ള കമ്പനികൾ, സ്വകാര്യ കമ്പനികളെല്ലാം നഷ്ടത്തിലാകും എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട് മേയർ ആയതിനു ശേഷവും ട്രംപ് തൻ്റെ ആരോപണങ്ങൾ തുടർന്നിരുന്നു. അതായത് ഇനി ഈ മംദാനി, കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുന്ന ന്യൂയോർക്കിൻ്റെ ഗതി ഇനി എന്താകുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ, നമുക്ക് നോക്കിക്കാണാം എന്നുൾപ്പെടെ ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപിൻ്റെ മകനായിട്ടുള്ള എറിക് ട്രംപും ഇദ്ദേഹത്തിനെതിരെ, മംദാനിക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. മംദാനി ഒരു ജൂതവിരുദ്ധനാണെന്നും ഇന്ത്യൻ വിരുദ്ധനാണെന്നും പറയുന്ന ഒരു പ്രസ്താവനകളെല്ലാം എറിക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മംദാനിയും ഒട്ടും വിട്ടുകൊടുത്തിരുന്നില്ല. ട്രംപിനെതിരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി. ഈ ന്യൂയോർക്ക് എന്ന് പറയുന്നത് ആരുടെയും തറവാട്ട് സ്വത്തല്ല, ഇത് കുടിയേറ്റക്കാർ നിർമ്മിച്ച നഗരമാണ്, ഇത് കുടിയേറ്റക്കാരുടെ സ്വന്തമായിട്ടുള്ള നഗരമാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ന്യൂയോർക്കിൻ്റെ വികസനത്തിന് ഇരുവരും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂടിക്കാഴ്ച കൂടുതൽ നിർണായകമാകുന്നതും. ഇന്ന് പ്രധാനമായിട്ടും ഈ കൂടിക്കാഴ്ചയിൽ ഉറ്റുനോക്കുന്ന രണ്ട് പദ്ധതികൾ എന്ന് പറയുന്നത്, ഒന്ന് $16 ബില്യൺ ഗേറ്റ് ടണൽ പദ്ധതിയും അതുപോലെ തന്നെ മാൻഹാട്ടൻ സെക്കൻഡ് അവന്യൂവിൻ്റെ നിർമ്മാണവുമാണ്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഇരുവരും തമ്മിൽ ചർച്ചയാകാൻ ഉദ്ദേശിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ചർച്ചയിൽ ഇപ്പോൾ ഈ മുൻപ് ട്രംപ് പറഞ്ഞിരുന്നു, മംദാനി ജയിക്കുകയാണെങ്കിൽ ന്യൂയോർക്കിനുള്ള ഫെഡറൽ സഹായങ്ങളെല്ലാം നിർത്തലാക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൻ്റെ നിയമസാധുതയെല്ലാം അന്ന് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. ഇനി ട്രംപുമായി സംസാരിച്ച് ന്യൂയോർക്കിൻ്റെ മറ്റ് വികസന കാര്യങ്ങൾ, പ്രധാനമായിട്ടും ഈ രണ്ട് പദ്ധതികളെല്ലാം ചർച്ചയാകും. എന്തായാലും ഈ ട്രംപിൻ്റെ ഈ ഓവൽ ഓഫീസിൽ വെച്ചുള്ള കൂടിക്കാഴ്ചകൾ പലതരത്തിലുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വേദിയായിരുന്നു. മുൻപ് ഇപ്പോൾ വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ട് ഇവിടെ വെച്ച് മീറ്റിംഗ് നടന്നത് വലിയ തർക്കത്തിലേക്ക് പോയി. അതൊരു മാധ്യമ ശ്രദ്ധ ഉൾപ്പെടെ പിടിച്ചു പറ്റിയിരുന്നു. ഇത് ഇനിയൊരു തർക്കത്തിലേക്ക് പോകുമോ അതോ സമവായത്തിലേക്ക് എത്തുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടിരുന്ന് തന്നെ കാണാം. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. ബംഗ്ലാദേശ് തലസ്ഥാനം ധാക്കയ്ക്ക് സമീപം നേരിയ ഭൂചലനം. ഭൗമനിരപ്പിൽ നിന്ന് 10 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു പ്രഭവ കേന്ദ്രം. റിക്ടർ സ്കെയിലിൽ 5.5 തീവ്രത രേഖപ്പെടുത്തി. എന്നാൽ നാശനഷ്ടങ്ങളോ മരണമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ കൊൽക്കത്തയിലും ഗുവാഹത്തി, അഗർത്തല, ഷില്ലോങ് എന്നീ വടക്കു കിഴക്കൻ നഗരങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഇന്ത്യൻ സമയം രാവിലെ 10:08-നും 10:10-നും ഇടയിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത്. ഭൂചലനത്തെ തുടർന്ന് ധാക്കയിൽ നടക്കുകയായിരുന്ന ബംഗ്ലാദേശ് അയർലൻഡ് ടെസ്റ്റ് ക്രിക്കറ്റ് ഏറെ നേരം തടസ്സപ്പെട്ടു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി സഹകരിക്കില്ലെന്ന് ഇറാനിലെ ആണവ സൈറ്റുകൾ പരിശോധിക്കാൻ ഏജൻസി പ്രതിനിധികളെ അനുവദിക്കില്ല. കൈറോയിൽ ഒപ്പിട്ട സഹകരണ കരാറിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഇറാൻ പ്രസ്താവന ഇറക്കി. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പ്രമേയം പാസാക്കിയതിന് പിന്നാലെയാണ് ഇറാന്റെ കടുത്ത നിലപാട്. ഇറാന്റെ കൈവശമുള്ള യുറേനിയത്തിന്റെ അളവും തകർന്ന ആണവ കേന്ദ്രങ്ങളിലെ സാഹചര്യവും ഉടൻ പരസ്യമാക്കണമെന്നായിരുന്നു പ്രമേയം. കൊച്ചിയിൽ വ്യാജ UPI ആപ്പ് ഉപയോഗിച്ച് തട്ടിപ്പ്. യുവതി ഉൾപ്പെടെ 5 പേരെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊയിലാണ്ടി സ്വദേശികളായ റൂബിൻ, അജ്സൽ അമീർ, മുഹമ്മദ് അനസ്, റുബീന, തിരുവനന്തപുരം സ്വദേശി വിശാഖ് എന്നിവരാണ് അറസ്റ്റിലായത്. വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയ ശേഷം UPIയുടെ വ്യാജ ആപ്പ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തിയതായി സ്ക്രീൻഷോട്ടിൽ തെളിയുന്ന ചിത്രം കാണിച്ചായിരുന്നു തട്ടിപ്പ്. എന്നാൽ അക്കൗണ്ടുകളിൽ പണം എത്തിയിരുന്നില്ല. ലോഡ്ജുകളിൽ മുറിയെടുത്തും സമാന രീതിയിൽ തട്ടിപ്പ് നടത്തി.
കളമശ്ശേരി എളമക്കര പ്രദേശത്ത് നിരവധി കടകളിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ പ്രതികൾ വാങ്ങിയിട്ടുണ്ട്. സംശയം തോന്നിയ ഹോട്ടൽ ഉടമകളാണ് പ്രതികളെ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ എ പത്മകുമാറിന്റെ വീട്ടിൽ SIT പരിശോധന. ആറന്മുളയിലെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും. ശശി, എപ്പോഴാണ് SIT സംഘം അവിടെ എത്തിയത്? പരിശോധന എങ്ങനെ പുരോഗമിക്കും? അശ്വതി, 1 മണിക്കൂർ മുമ്പാണ് SIT സംഘം ആറന്മുളയിൽ എത്തിയത്. പത്മകുമാറിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. 7 അംഗ സംഘമാണ് എത്തിയത്. 2 ജീപ്പുകളിലായി എത്തിയ വാഹനത്തിലെത്തിയ SIT സംഘം വീടിനുള്ളിലാണ് പരിശോധന നടന്നത്. പത്മകുമാർ റിമാൻഡിലായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വീട്ടിൽ പരിശോധന. എന്തെങ്കിലും രേഖകൾ ഉണ്ടോ എന്നുള്ള കാര്യമാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആളുകളുടെ വീടുകളിൽ, പ്രതികളുടെ വീടുകളിൽ SIT സംഘം പരിശോധന നടത്തിയിരുന്നു. പത്മകുമാർ ഇതിനകത്ത് പ്രധാനമായും പത്മകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാന കക്ഷിയാണെന്നുള്ള കാര്യം തന്നെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായി എന്തെങ്കിലും രേഖകൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രേഖകൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട രേഖകൾ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. അതിനുള്ള പരിശോധനയാണ് ഇപ്പോൾ പത്മകുമാറിന്റെ വീട്ടിൽ SIT സംഘം നടത്തുന്നത്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാർ ആദ്യം മുതലേ തനിക്ക് ഇതിൽ പങ്കില്ല എന്നുള്ള കാര്യം ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താൻ ഈ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കള്ളത്തിന് ഒരു തിരി സ്വർണം പോലും തന്റെ കാലത്ത് പോയിട്ടില്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് പത്മകുമാർ ആദ്യഘട്ടം മുതൽ നടത്തിയിരുന്നത്. പക്ഷെ അതിലെല്ലാം വിപരീതമായി ഈ കൃത്യമായ തെളിവുകൾ പത്മകുമാറിനെതിരെ ലഭിക്കുകയുണ്ടായി. നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബുവും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വഴിവിട്ട സഹായം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകി എന്നുള്ള കാര്യം കൃത്യമായി പറയുകയും ചെയ്തു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്മകുമാർ അറസ്റ്റിലാവുകയും ഒപ്പം റിമാൻഡിലാവുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ സാഹചര്യത്തിലാണ് വീട്ടിൽ പരിശോധന തുടരുന്നത്. ഈ രേഖകളിലെല്ലാം വളരെ കൃത്രിമം കാട്ടിയാണ് ഈ സ്വർണം കട്ടളപ്പള്ളി സ്വർണ്ണം പൂശുമായി ബന്ധപ്പെട്ട് ചെമ്പ് എന്നുള്ള രേഖയാക്കി മാറ്റുന്നത്. അത് സ്വന്തം കൈപ്പടയിൽ എഴുതി ദേവസ്വം ബോർഡിന്റെ അധികാരം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഈ രേഖകളിൽ കൃത്രിമം നടത്തി ചെമ്പാണെന്നുള്ള രേഖ ചമച്ചത് സ്വന്തമായി തന്നെ എഴുതി രേഖപ്പെടുത്തുകയാണ്. അതാണ് SIT കൃത്യമായി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ പരിശോധന. ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് രേഖകൾ ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കാനാണ് SIT സംഘം വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിലെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം. അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ടോ, അത്തരം ആശയവിനിമയം വല്ലതും നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നു. ഇപ്പം രേഖകൾ വീട്ടിലുള്ള ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണം പൂശുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുന്ന സമയത്തുള്ള രേഖകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഇപ്പോഴും വീട്ടിൽ പരിശോധന തുടരുകയാണ്. എന്തായാലും 1 മണിക്കൂറിലധികമായി ഈ SIT സംഘം ഇവിടെ വന്നിട്ട് 7 പേരടങ്ങുന്ന സംഘമാണ് വീട്ടിൽ പരിശോധന നടക്കുന്നത്. ഈ പ്രദേശത്തേക്ക് മറ്റു മാധ്യമങ്ങൾക്കോ മറ്റാളുകൾക്കോ പ്രവേശനമില്ല. എന്തായാലും രഹസ്യമായിട്ടാണ് പരിശോധന തുടരുന്നത്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിന് വീഴ്ച പറ്റിയെന്ന് CPM നേതാവ് P ജയരാജൻ. ഫയലിൽ ചെമ്പുപാളി എന്ന് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയത് കറക്റ്റ് ചെയ്യുന്നതിൽ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും പഴയ ദേവസ്വം കമ്മീഷണർക്കും വീഴ്ച പറ്റി. ഇത് മോഷണത്തിലേക്ക് നയിച്ചു. ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇക്കാര്യത്തിൽ പുലർത്തുന്ന അവധാനതയില്ലായ്മ നീതീകരിക്കാൻ കഴിയുന്നതല്ലെന്നും സർക്കാർ ഒരാളെയും സംരക്ഷിക്കില്ലെന്നും P ജയരാജൻ പറഞ്ഞു. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് വെട്ടേറ്റത്. ഇന്നലെ രാത്രി 10 മണിയോടെ തൃശൂർ വെളപ്പായിൽ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു ആക്രമണം. കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെ ഇരുട്ടിൽ പതിയിരുന്ന 3 അംഗ സംഘം വാളുപയോഗിച്ച് ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. സുനിലിന്റെ കാലിനും ഡ്രൈവറുടെ കൈയിലുമാണ് വെട്ടേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നീട് ദയാ ആശുപത്രിയിലേക്കും മാറ്റി. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. പ്രതികൾക്കായി മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കുപ്രസിദ്ധ മോഷ്ടാവ് തൊരപ്പൻ സന്തോഷ് കാസർഗോഡ് പിടിയിൽ. മേൽപ്പറമ്പിൽ സൂപ്പർമാർക്കറ്റിൽ കവർച്ച നടത്തുന്നതിനിടെയാണ് തൊരപ്പനെ നാട്ടുകാർ സാഹസികമായി പിടികൂടിയത്. രക്ഷപ്പെടാൻ കെട്ടിടത്തിന്റെ 1ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയ പ്രതിയുടെ കാലൊടിഞ്ഞു. കോതമംഗലം കോട്ടപ്പടി വാവേലിയിൽ കാട്ടാനയാക്രമണത്തിൽ 2 ബൈക്ക് യാത്രികർക്ക് പരിക്ക്. കുളങ്ങാട്ടുകുഴി സ്വദേശി KV ഗോപി, ബന്ധുവായ അയ്യപ്പൻകുട്ടി എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. രാവിലെ 6:30 വാവേലിയിൽ വെച്ച് 7ഓളം ആനകൾ ബൈക്കിന് നേരെ പാഞ്ഞെടുത്ത് തുമ്പിക്കൈക്ക് അടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ് വാവേലി ഉൾപ്പെടെയുള്ള ഈ മേഖല. ആന വണ്ടി കൊണ്ട് വന്ന് ഫ്രണ്ടിലേക്ക് ഓടി വന്നു വണ്ടി മൊത്തലും മറ്റേ ആന കുഞ്ഞാന ഉണ്ടായിരുന്നു. ആന വന്നപ്പോൾ ഞാൻ വണ്ടി നിർത്തി
ഇറങ്ങണ വഴി തന്നെ വന്നിട്ട് ഇട്ടിട്ട് വണ്ടിയോടെ ഇട്ടു. ബാക്കിലൊരാണ്ടെന്ന് പുള്ളി ചാടി ഓടി. അത് കഴിഞ്ഞ് വീണ് കഴിഞ്ഞിട്ട് പിന്നെ ഓർമ്മ പിന്നെ വന്നിട്ട് പിന്നെ ഭയങ്കര നൊലോടി. ഞാനും പിന്നെ ഇട്ട് എറിഞ്ഞിട്ട് അവിടുന്ന് വന്നെനിക്ക് തുണ്ടിച്ചയച്ചിട്ട് ഓട്ടണ വഴിക്ക് ഓടിച്ചിട്ട് എനിക്ക് ആ കാട്ടിലേക്ക് കയറാം. വണ്ടി വന്നു. കോതമംഗലം ഇടമലയാർ താളുംകണ്ടം റോഡിൽ ഓട്ടോറിക്ഷയ്ക്ക് നേരെ കാട്ടാന ആക്രമണം. വടാട്ടുപാറ സ്വദേശി കട്ടക്കയത്ത് അനിൽകുമാറിന്റെ ഓട്ടോറിക്ഷയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. താളുംകണ്ടം കുടിയിൽ ഓട്ടം പോയി തിരിച്ചു വന്നപ്പോൾ ആനക്കൂട്ടം പാഞ്ഞെത്തുകയും വണ്ടി ഉപേക്ഷിച്ച് ഇറങ്ങി ഓടുകയുമായിരുന്നു. വണ്ടി പൂർണ്ണമായും നശിപ്പിച്ചു. നാശനഷ്ടം സംഭവിച്ചയാൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് വാർഡ് മെമ്പർ സനൂപ് പറഞ്ഞു. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. 18ാം പടിയുടെ നിയന്ത്രണം IRBയും സ്പെഷ്യൽ ആംഡ് പോലീസും ഏറ്റെടുത്തു. സ്പോട്ട് ബുക്കിംഗ് 5000 നിജപ്പെടുത്തിയത് തിരക്ക് കുറയ്ക്കുന്നതിന് സഹായകമാണെന്നാണ് വിലയിരുത്തൽ. തിങ്കളാഴ്ച വരെയാണ് സ്പോട്ട് ബുക്കിംഗ് 5000 നിജപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമാണ്. സുഖമായി ഭക്തർക്ക് ദർശനം ലഭിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒക്കെ സ്ഥിതി 80,000-ഓളം ഭക്തർ ഇവിടെ എത്തുന്ന ഒരു നിലയായിരുന്നു. അതിനു മുൻപും അങ്ങനെ തന്നെയാണ്. എന്നാൽ അതിനു തൊട്ട് മുമ്പത്തെ ദിവസമാണ് ഈ ആൾക്കൂട്ടം ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്. പക്ഷേ ഇപ്പോൾ RIFന്റെ സംഘം കൂടി ഇവിടേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ കേന്ദ്ര വിഭാഗമായ NDRFന്റെ വിഭാഗം ഉണ്ടായിരുന്നു. പോലീസിന്റെ 500ഓളം സേനാംഗങ്ങളെ കൂടുതലായി കഴിഞ്ഞ ദിവസം തന്നെ വിന്യസിച്ചിരുന്നു. 5000 സ്പോട്ട് ബുക്കിംഗ് ഹൈക്കോടതി കുറച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ നേരത്തെ വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്യാതെ ഇവിടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. 28,000 പേർ കഴിഞ്ഞ ദിവസം വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിട്ട് അവരുടെ തീയതി അല്ലാതെ നേരത്തെ എത്തിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് പറയുന്നത് ഭക്തരുടെ ഒരു ശ്രദ്ധയ്ക്കാണ്. അതായത് ബുക്ക് ചെയ്ത ദിവസങ്ങളിലേക്ക് മാത്രം ഇവിടേക്ക് എത്തുക, ബുക്ക് ചെയ്തിട്ട് അതിന് മുൻപുള്ള ദിവസങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഇന്ന് പുലർച്ചെ 3 മണി മുതൽ ദർശനത്തിന് മറ്റ് ബുദ്ധിമുട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്നൊരു പരാതി പമ്പയിലും നിലയ്ക്കലും ഒരുപാട് സമയം കാത്തുനിൽക്കേണ്ടി വരുന്നു എന്നതാണ്. പക്ഷേ ഇന്നത്തെ ഒരു നില പരിശോധിക്കുമ്പോൾ പമ്പയിൽ കാത്തുനിൽക്കേണ്ടി വരുന്നില്ല. സ്നാനം കഴിഞ്ഞാൽ ഉടൻ തന്നെ സന്നിധാനത്തേക്ക് പുറപ്പെടാൻ കഴിയുന്ന തരത്തിലാണ് സാഹചര്യമുള്ളത്. അതോടൊപ്പം തന്നെ നിലയ്ക്കലും വലിയ തോതിൽ കാത്തു നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യമല്ല. പക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിൽ എന്താകും എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പമ്പയിലും നിലയ്ക്കലും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന കാര്യം തന്നെയാണ് ഭക്തർ പറയുന്നത്. കയറി വരുന്ന പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുമ്പോൾ 20ഓളം വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ സജീവമായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെയൊക്കെ തന്നെ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കുകയും അവർക്ക് കുടിവെള്ളവും ലഘുഭക്ഷണവും എല്ലാം തന്നെ ഈ യാത്രയിലുടനീളം വിതരണം ചെയ്യുന്ന നിലയുണ്ട്. പോലീസിന്റെ സേവനവും സുത്യർഹമാണെന്നാണ് പൊതുവിൽ ഭക്തർ പറയുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ശബരിമല ദർശനം സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നു. സി വിനോദിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 സന്നിധാനം. ദേവസ്വം മന്ത്രി VN വാസവൻ ഇന്ന് ശബരിമലയിലെത്തും. മണ്ഡലകാല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യോഗത്തിനായാണ് മന്ത്രി എത്തുന്നത്. നാളെ രാവിലെ 10:30 പമ്പയിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ യോഗം ചേരരുതെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം. എന്നാൽ യോഗം ചേരാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കർണാടക കോൺഗ്രസിൽ വീണ്ടും പോര് കനക്കുന്നു. DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് ഒരു വിഭാഗം. മന്ത്രി N ചലവുരായസ്വാമി, MLA HC ബാലകൃഷ്ണ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഡൽഹിയിൽ തുടരുകയാണ്. എന്നാൽ 2.5 വർഷം പൂർത്തിയാകുമ്പോൾ മാറണമെന്ന ഒരു വ്യവസ്ഥയുമില്ലെന്ന നിലപാടിലാണ് സിദ്ധരാമയ്യ. ഹൈക്കമാൻഡും ഇതുവരെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. പട്ടാമ്പി ഭാരതപ്പുഴയിൽ മീൻ പിടിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടയാൾ മരിച്ചു. കൊപ്പം തെക്കുമല ബ്രിട്ടീഷ് മാർക്കറ്റ് സ്വദേശി നാസറാണ് മരിച്ചത്. ഇന്നലെ രാത്രി കാരക്കാട് ഭാഗത്തായിരുന്നു അപകടം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മരം വീണ കാർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. മലപ്പുറം സ്വദേശിനി ആതിരയാണ് മരിച്ചത്. ആതിരയുടെ ഭർത്താവിന് സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറി മരത്തിലിടിച്ചതോടെ മരം കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ചില്ല കാറിനുള്ളിൽ തുളഞ്ഞു കയറിയാണ് ആതിര മരിച്ചത്. വേമ്പനാട്ട് കായൽ കീഴടക്കാൻ ഒരുങ്ങി 9 വയസ്സുകാരൻ. വെറുതെയല്ല, കൈകാലുകൾ ബന്ധിച്ച് 9 കിലോമീറ്റർ ദൂരമാകും കോതമംഗലം സ്വദേശി ദേവദർശൻ നീന്തുക. ഇതിലൂടെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ്
റെക്കോർഡ്സിൽ ഇടം പിടിക്കുകയാണ് ഈ കൊച്ചുമിടുക്കന്റെ ലക്ഷ്യം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കൂമ്പേക്കടവിൽ നിന്നും കോട്ടയം വൈക്കം ബീച്ച് വരെയുള്ള 9 കിലോമീറ്റർ ദൂരത്താണ് 9 വയസ്സുകാരന്റെ സാഹസിക പ്രകടനം. ആഴമേറിയ വേമ്പനാട്ട് കായലിൽ കൈകാലുകൾ ബന്ധിച്ചാണ് വിമലഗിരി പബ്ലിക് സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥി ദേവദർശൻ നീന്തി കടക്കുക. കോതമംഗലം കുത്തിക്കുഴി കൊല്ലാരത്ത് വീട്ടിലെ രഘുനാഥ് ആതിര ദമ്പതികളുടെ മകനാണ് ഈ കൊച്ചുമിടുക്കൻ. ഇരു കൈകളും ഇരു കാലുകളും ബന്ധിച്ചാണ് 9 കിലോമീറ്റർ നീന്തണം. ഈ 9 കിലോമീറ്റർ ഇത്രയും ദൂരം നീന്തണ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്ന വേൾഡ് റെക്കോർഡിന് വേണ്ടിയാണ് ദേവദർശൻ നീന്തുന്നത്. ഏകദേശം ഒരു 8 മാസം 9 മാസത്തെ പ്രാക്ടീസ് ഉണ്ട് ഇതുവരെ ദേവദർശൻ ചെയ്തത്. ഒരു 2 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരുമെന്നാണ് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ പ്രതീക്ഷിക്കുന്നത്. 9 വയസ്സുള്ള ബാലനെ ഈ ഉദ്യമത്തിന് പ്രാപ്തനാക്കുന്നത് കോതമംഗലം ഡോൾഫിൻ അക്വാറ്റിക് ക്ലബിന്റെ പരിശീലകൻ ബിജു തങ്കപ്പനാണ്. ഇതിലൂടെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിക്കുകയാണ് ലക്ഷ്യം. ചുരുങ്ങിയ കാലം കൊണ്ട് നീന്തലിൽ മികച്ച പ്രകടനമാണ് ദേവദർശൻ കാഴ്ചവെച്ചത് എന്ന് കോച്ച് ബിജു തങ്കപ്പൻ പറഞ്ഞു. ആദ്യമായിട്ടാണ് 9 വയസ്സുകാരൻ വേമ്പനാട്ട് കായലിലെ 9 കിലോമീറ്റർ ദൂരം കൈകാലുകൾ ബന്ധിച്ച് നീന്തി റെക്കോർഡ് കരസ്ഥമാക്കാനൊരുങ്ങുന്നത്. പരിപാടിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ കോതമംഗലത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പറഞ്ഞു. ന്യൂസ് 18 എറണാകുളം. ഇനി സ്വർണ്ണവില. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,410 രൂപ, പവന് 91,280 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 9,435 രൂപ, പവന് 75,480 രൂപ. വെള്ളി ഗ്രാമിന് 164, കിലോയ്ക്ക് 1,64,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ ശ്രീജ ശ്യാം ചേരും.